മുക്കത്ത് മൈജിന്റെ പുതിയ ഷോറൂം ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞപ്പോൾ ആൾക്കൂട്ടം തിരക്കം കണ്ട് നേരെ അങ്ങോട്ട് വിട്ടു. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഹണി റോസ് ചേച്ചി വരുന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നമ്മുടെ ഹണി റോസ് ചേച്ചിനെ നേരിട്ട് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് നേരെ ആൾക്കൂട്ടത്തിലേക്ക് തിക്കി കയറി ഞങ്ങളും ചെന്നു. അപ്പോഴാണ് ആൾക്കൂട്ടത്തിന് വമ്പം പണിയായിട്ട് ഇരുണ്ട് മൂടി മഴ പെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത്. മഴയൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ നാട്ടുകാരെല്ലാവരും ചേച്ചീനെ കണ്ടിട്ട് തന്നെ പോകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ തമ്പടിച്ച് നിൽക്കാൻ തുടങ്ങി. മഴ ഞങ്ങൾക്കൊരു വിഷയമല്ലാത്തതുകൊണ്ട് ആരാണ്ടിന്റെ കോടേന്റെ കീഴിലോട്ട് ഞങ്ങളും വലിഞ്ഞു കയറി ഒരു നാണമാനമില്ലാണ്ട്. പക്ഷേ കോടേന്റെ ഉടമസ്ഥന് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി നിർത്തി അവരങ്ങോട്ട് മാറിയിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറൊരു ചേച്ചിന്റെ കോടേന്റെ കീഴിലോട്ട് കയറിയിരുന്നു. ചേച്ചിക്ക് നല്ല മനസ്സുള്ളോട് ഞങ്ങളെ പരിപാടി കഴിയുന്നവരെ കോടേന്റെ കീഴിൽ തന്നെ നിർത്തി. ഹണി റോസിനെ കാണുന്നുള്ള ആഗ്രഹം അവിടെ സഫലമായി. ചേച്ചിനെ കൺകുളിർക്കെ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ. ഇത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഞങ്ങളെ മാത്രം കണ്ടിട്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ഹായൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങൾ അവിടെ നിന്ന്. പക്ഷേ ആ പ്രതീക്ഷിക്കുന്ന വലിയ ഭാഗ്യമൊന്നും ഉണ്ടായി. പിന്നെ നേരിട്ട് ആ സ്റ്റേജിൽ പോയി ഒരു ഷെയ്ക്കാൻഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കൂട്ടത്തിനെ തട്ടിത്തളഞ്ഞ് പോകാനൊരു മടി പിടിച്ച് ഞാൻ അവിടെ തന്നെ. എന്നാൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഒരു ഷെയ്ക്കാൻഡോ അല്ലെങ്കിൽ കൂടെ വന്നിട്ട് ഒരു സെൽഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് നേരെ ഓടി ചെല്ലുമ്പോൾ ആൾക്കൂട്ടം എല്ലാം കൂടെ എന്നെ തക്കിത്തിരക്കി ഞാൻ നിന്നിടത്തേക്ക് തന്നെ എന്നെ തിരിച്ചു കൊണ്ടുപോയി നിർത്തി. അത് മാത്രമല്ല ചേച്ചീൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. അങ്ങനെ എല്ലാം തീർന്നു ഗൈസ്.